തിങ്കളാഴ്ച നല്ല ദിവസം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ സിനിമ തന്നെയാണ്. പ്ലോട്ട് വളരെ ഗംഭീരമാണ്. പത്മരാജൻ സാറിൻ്റെ ഡിറക്ഷനാണ്. ഏറ്റവും യോജിച്ച ഒരാൾ തന്നെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് കേട്ടോ. പത്മരാജൻ സാറിൻ്റെ മകൾ ഇതിലൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ട്. ബാലതാരമായിട്ടാണ് ചെയ്തത്. മാധവിക്കുട്ടി ചേച്ചി ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ തിങ്കളാഴ്ച നല്ല ദിവസത്തിൽ ഞാൻ എത്തിപ്പെടുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അതായത് അച്ഛന് ആ ക്യാരക്ടേഴ്സ് തന്നെ വലിയ മുതിർന്ന 2 കുട്ടികളായിട്ടായിരുന്നു അച്ഛൻ്റെ സ്ക്രിപ്റ്റിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേരെ അന്വേഷിച്ചു. പുതുമുഖങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ അന്വേഷിച്ച് നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ള ഒത്തിരി പേരെ അന്വേഷിച്ചു. അതൊന്നും അങ്ങോട്ട് അച്ഛന് ആ പ്രായവും ഇതും കൂടെ ആയിട്ട് തൃപ്തിയായില്ല. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നല്ല മിടുക്കികളായിട്ട് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ചേച്ചി അനിയത്തിയായിട്ടുള്ള. അവരെ നോക്കി. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അങ്ങനെ ഷൂട്ടിംഗ് ഏകദേശം അടുത്ത് വന്നിട്ടും ആളെ കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള അറിഞ്ഞിട്ട് അവസാനം ക്യാരക്ടറിനെ തന്നെ മാറ്റി. വലിയ കുട്ടി എന്നുള്ളത് മാറ്റി ചെറിയ കുക്കു പരമേശ്വരൻ്റെ മൂത്ത കുട്ടിയായിട്ടായിരുന്നു തോന്നുന്നു ഒറിജിനൽ ക്യാരക്ടർ. അതിനെ മാറ്റി അതിൻ്റെ അനിയത്തിയാക്കി മാറ്റി. പിന്നെ അവസാനം ആരെയും കിട്ടാഞ്ഞിട്ട് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാൻ തന്നെ അറിഞ്ഞില്ല. സ്കൂളിൽ വന്ന് വിളിച്ചു ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് നേരിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു ഇത് കിട്ടിയത് ഒരിതല്ല. അന്ന് ഒന്നാമത് ഈ ജെറിയാട്രിക് സെൻറ്റർ എന്ന് പറയുന്ന ആശയമൊന്നും ആർക്കും പരിചയം പോലും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതങ്ങോട്ട് അത്രയ്ക്കൊരു ആക്സെപ്റ്റ് ചെയ്ത ഒരിതല്ലായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ പറയാം, അയ്യോ ഇത് എത്രയോ നാൾ മുമ്പേ ഈ ഒരു സിനിമയിൽ വന്നതാണ്. അന്നൊരു ജെറിയാട്രിക് സെൻറ്റർ പോലും മര്യാദയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എത്ര മുൻകൂട്ടി ഇത് കണ്ടു എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി പറയുന്നുണ്ട്. 10-15 ദിവസം ക്ലാസ് കട്ട് ചെയ്ത് പോയിരുന്നു എന്നാണ് ഓർമ്മ. അപ്പോൾ നല്ലൊരു വളരെ വലിയൊരു പുറകിലൊക്കെ ഒരുപാട് ഏരിയ, എത്രയോ എനിക്ക് 1 ഏക്കറോ 1-2 ഏക്കറൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്ന സ്ഥലം. വലിയൊരു പറമ്പൊക്കെ ആയിരുന്നു പുറകുവശത്ത്. അതിൻ്റെ പുറകിൽ ഏറ്റവും പുറകിലൊരു വലിയൊരു കുളമാണത്. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ അതൊന്നും കാണാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ആ വീടിൻ്റെ പറമ്പുമൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്രയും ഭംഗിയുള്ളൊരു വീടും പരിസരമായിരുന്നു അത് കാണാൻ. ഇപ്പോൾ ആ സിനിമയായിട്ട് കണക്റ്റഡ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാൻ മറ്റേ വിന്ദുജ മേനോൻ, ആക്ട്രസ് ആയിരുന്ന വിന്ദുജ മേനോൻ്റെ അമ്മ വിമല മേനോൻ്റെ അടുത്തായിരുന്നു ഡാൻസ് പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആ ട്രൂപ്പ് ഡൽഹിയിൽ അപ്ന ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് ഒരു 10-20 ദിവസത്തേക്ക് പോയിരുന്നു. ആ സിനിമ ഇറങ്ങി അധികം ആയിട്ടില്ല. അപ്പോൾ അവാർഡൊക്കെ കിട്ടിയ സമയം അത് കഴിഞ്ഞ ഉടനെ എങ്ങാണ്ടാണ്. അപ്പോൾ അവരെന്നെ കണ്ടപ്പം പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ചോദിച്ചു, ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഞാൻ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താനൊന്നും പോയെന്നില്ല, ഇന്നയാളുടെ മകളാണെന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് അതേന്ന് പറഞ്ഞു. അവർ ഒരുപാട് ആ സിനിമയെപ്പറ്റി നന്നായിട്ട് അങ്ങ് പറഞ്ഞു. എന്തൊരു സിനിമയായിരുന്നു, ആ ഒരു രീതിയിൽ അവർക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് എന്നോടങ്ങ് ആ സിനിമയെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. ഞാനത് കേട്ടിട്ട് വളരെ ത്രിൽഡായി. അപ്പോൾ എന്നെ കണ്ട് മനസ്സിലാവുകയും ചെയ്തു. ആ ഒരു സന്തോഷമുണ്ട് മനസ്സിനകത്ത്. പക്ഷെ ഞാനൊരിക്കൽ പോലും ഇന്നയാളുടെ മകളാണെന്നൊന്നും അന്ന് പറഞ്ഞില്ല. അപ്പം അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പം കേട്ടവരെല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എനിക്ക് അവിടെ പറയേണ്ട ഒരു ആവശ്യം തോന്നിയില്ല, ഞാൻ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ.